ആഹാ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇങ്ങ് എത്തിയോ? ഓ, ട്രിവാൻഡ്രത്തിൽ നിന്ന് ഇവിടെ എത്താൻ 2 മണിക്കൂർ പോരെ. എവിടെ നമ്മുടെ മന്ത്രി? പുറത്തോട്ട് പോയതാ. അച്ഛാ, അവരെവിടെ? അവര് മണിക്കുട്ടന്റെ വീട് വരെ പോയതാ. ഇപ്പൊ എത്തും. നിങ്ങളെപ്പോഴാ വന്നേ? ഞങ്ങളിപ്പോ വന്നതേ ഉള്ളൂ അച്ഛാ. ഉം. അച്ഛൻ അവരുടെ കൂടെ ആയിരുന്നോ? അവരെന്തോ ഒരു ഡോക്യുമെന്ററി എടുക്കുന്നുണ്ട്. ജാനിക്കുട്ടി പണ്ട് സഞ്ചരിച്ച വഴികളും ജീവിച്ച ചുറ്റുപാടുകളും ഞാനതൊക്കെ കാട്ടിക്കൊടുക്കാൻ പോയതാ. മണിക്കുട്ടന്റെ വീടെന്ന് വെച്ചാ അതേതാച്ചാ? ഹാ, നമ്മുടെ കൊച്ചുകുട്ടനില്ലേ, പണ്ട് ഇവിടെ പുറംപണിക്ക് വന്നുകൊണ്ടിരുന്ന. ഓ, തങ്കമണിയുടെ കെട്ടിയോൻ. ഹാ, അവിടെ എന്തിനാ ജാനിക്കുട്ടി പോയേ? അവരുമായിട്ട് എന്താ? കൊച്ചുകുട്ടനൊരു മോനുണ്ടായിരുന്നല്ലോ, അവന്റെ പേരാ മണിക്കുട്ടൻ. അത് മരിച്ചു പോയില്ലേ അച്ഛാ? ജാനിക്കുട്ടി ആ ചെക്കനും തമ്മിൽ നല്ല കൂട്ടായിരുന്നില്ലേ? അയ്യേ, അതൊക്കെ ചുമ്മാ കുട്ടിക്കളിയല്ലായിരുന്നോ? അതൊക്കെ ആരോർത്തിരിക്കാനാ? ഞാനാണെങ്കി മണിക്കുട്ടൻ എന്നുള്ള പേരേ മറന്നുപോയി. അത് നിങ്ങളുടെ കാര്യം. അച്ഛനും അമ്മയും ബന്ധുക്കളും സകല സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്ന നിങ്ങൾക്ക് അതൊന്നും ഓർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ജാനിക്കുട്ടിക്ക് 3-3.5 വർഷക്കാലം മണിക്കുട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സഹായത്തിന്. അവള് മഴ നനഞ്ഞപ്പോ കുടക്കീഴി നിർത്തിയതും അവയ്ക്ക് വേണ്ടി അവൻ പുല്ല് ചെത്തി കൊടുത്തതും തുണി അലക്കി കൊടുത്തതും ഒക്കെ അവളെ സംബന്ധിച്ചിടത്തോളം നിധി പോലത്തെ ഓർമ്മകളാ. നിങ്ങൾ രണ്ടുപേരും കൂടി ജാനിക്കുട്ടിയെ തോട്ടിലെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചപ്പോ ഓടി വന്ന് അവളെ രക്ഷിച്ചത് മണിക്കുട്ടനാ. അതൊക്കെ അവക്ക് മറക്കാൻ പറ്റൂ? പഴയ കാര്യങ്ങളെല്ലാം ജാനിക്കുട്ടി ഓർത്തിരിക്കുന്നുണ്ടോ അച്ഛാ? അവക്കെല്ലാം ഓർമ്മയുണ്ട്. അമ്മ പട്ടിണി കിട്ടതും ആട്ടുംപാല് കറന്ന് പച്ചയ്ക്ക് കുടിച്ച് വിശപ്പ് അടക്കിയതും എല്ലാം. ഞങ്ങൾ അവളെ ഉപദ്രവിച്ചത് ഓർമ്മയുണ്ടോ അച്ഛാ? അതുകൊണ്ടടി, ആരും സ്നേഹിക്കാനില്ലാതിരുന്ന കുട്ടിക്കാലത്ത് കിട്ടിയ സഹായങ്ങളും സഹിച്ച വേദനകളുമൊക്കെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. അയ്യോ, കഷ്ടം. ഞങ്ങളോടൊക്കെ ദേഷ്യമായിരിക്കും അല്ലേ അച്ഛാ? അവളിങ്ങോട്ട് തിരിച്ചു വരട്ടെ, നമുക്ക് നോക്കാം. നിങ്ങൾ വാ, ചായ കുടിക്കാം.